ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങളായിട്ട് കേരള PSCയുടെ തുളസിയുടെ പേജിൽ വന്നിട്ട് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ എക്സാംസിന്റെ അല്ലെ കൺഫർമേഷനും അതുപോലെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതെന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് നടക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ ലോഗിൻ ചെയ്യുന്നത് കൊണ്ട് സൈറ്റ് ബിസി ആയതുമാണ് റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇത് ലോഗിൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൺഫർമേഷൻസ് കൊടുക്കുക, അതുപോലെ ഹോൾ ടിക്കറ്റ്സ് എടുക്കുക, അതുപോലെ നമ്മുടെ എക്സാംസ് കൊടുക്കുക എന്നുള്ളത് ഒരാഴ്ച മുമ്പ് തന്നെ ചെയ്തു തീർക്കേണ്ടതാണ്. കാരണം എന്താണ്, ഇതുപോലുള്ള സൈറ്റ് ബിസി ആവുകയോ സൈറ്റിന് എന്തെങ്കിലും എറർ കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ അവസരം നഷ്ടമാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സാധാരണ നമ്മൾ എന്താണ് കൊടുക്കാറുള്ളത്? തുളസി. ഓക്കെ, തുളസി PSC ലോഗിൻ എന്നാണ് നമ്മൾ കൊടുക്കാറ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നോക്കൂ, അതിന്റെ ആ ഒരു സിമ്പൽ വരുന്നില്ല. ഇവിടെ വരുന്നത് മെയിലർ PSC കേരള ഗവൺമെന്റ് .in എന്നാണ്. ഇതാണോ? ഇതല്ല. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഒന്ന് കൊടുത്തു നോക്കിയാൽ എന്താണ് വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അൺടൈറ്റിൽഡ്, അതുപോലെ തന്നെ കേരള PSC ഇങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആണോ നമ്മൾ എടുക്കേണ്ടത്? അല്ല. അപ്പൊ ഈ ഒരു ഇത് കാണുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ആയിരിക്കും ആദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഇതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതല്ല നമ്മൾ സാധാരണയായിട്ട് നോക്കാറുള്ളത്. അപ്പൊ ഇത് മിസ്സിംഗ് ആണ് ഇവിടെ. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്കിത് ലോഗിൻ ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഗൂഗിൾ ക്രോമിലോ എവിടെയെങ്കിലും നമ്മൾ കയറിയിട്ട്, മൊബൈലിലും ലാപ്ടോപ്പിലും സെയിം സംഭവം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ കയറിയതിന് ശേഷം നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് തുളസി എന്ന് അടിച്ചു കൊടുക്കുക. എന്താണ്? തുളസി ഡോട്ട്, ഓക്കെ, തുളസി ഡോട്ട് PSC ഡോട്ട് കേരള, കേരള ഡോട്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഡോട്ട് ഇൻ. ഓക്കെ, ഇതാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, കേരള തുളസി PSC കേരള ഗവൺമെന്റ് .in. ഓക്കെ, ഇതാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഫസ്റ്റ് കാണുന്നതിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഇതാ വന്നു കേട്ടോ. എന്താണ് വന്നത്? നമ്മുടെ സൈറ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാ സൈറ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്രയാണ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിയാലായിട്ട് നിങ്ങൾക്ക് മതിയാവും കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണിതാ, ഇത് കറക്റ്റ് ആയിട്ട് നോക്കുക. തുളസി ഡോട്ട് PSC ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇന്ന് കൊടുത്താൽ മതി. നമുക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇതുപോലുള്ള കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കേണ്ട. ചെയ്യേണ്ട ടൈമിൽ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.